ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ചെറിയൊരു രീതിയിൽ എൻ്റെ നാടൊന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ വന്നിട്ട് കടലുണ്ടി എന്നാണ്. കടലുണ്ടിയിൽ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ബേർഡ് സാങ്ച്വറിയിലാട്ടോ ഉള്ളത്. ഞാൻ മുന്നേ നമ്മളെ ചാനലിൽ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഇവിടുത്തെ ഈ ഒരു ബോട്ട് സവാരി ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ബോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മുടെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഒരു വാക്ക് വേ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് എൻട്രി ടൈം ഉണ്ട്. സോ നമ്മുടെ ബേർഡ് സാങ്ച്വറിയിലേക്ക് കയറാനായിട്ട് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ടൈമിങ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബേർഡ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പോപ്പുലർ സ്പോട്ടാണ് ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട്. അതായത് എസ്പെഷ്യലി മൈഗ്രേറ്ററി സീസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയുള്ള പീരിയഡ്. പിന്നെ നമ്മുടെ ബേർഡ് സാങ്ച്വറിയിലേക്ക് കയറാനായിട്ട് 25 രൂപയാണ് പെർ പേഴ്സണിന് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ബേർഡ് സാങ്ച്വറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വാക്ക് വേ വരുന്നത്. ആൻഡ് ഓൾസോ ഈ വാക്ക് വേ ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. കടലുണ്ടിയത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വാക്ക് വേയും പിന്നെ തൊട്ടടുത്തുള്ള ബേർഡ് സാങ്ച്വറിയും വന്നിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ഈ വാക്ക് വേയിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ, ഞാനും അമ്മയും. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഈ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾക്ക് കടലുണ്ടിയിലേക്കൊക്കെ വരാനായിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്പോട്ട് മിസ്സാക്കരുത്. ഇവിടെ വന്ന് ഇരിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള എന്താ പറയുക സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഈ ബോട്ടൊക്കെ ഇങ്ങനെ പോണൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ആ റെയിൽ കാണാം. ആ റെയിൽ കൂടെ ട്രെയിൻ പോണതും കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഈ ബോട്ട് ട്രിപ്പിനൊക്കെ ആയിട്ട്, അതായത് ബോട്ട് സവാരിക്കൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കേസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് ഒരു ബോട്ടിൽ 8 ആൾക്കാരാണ് മാക്സിമം എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. 800 രൂപയാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കറങ്ങി നടക്കാനായിട്ട് പറ്റും. കറങ്ങി നടക്കുകയല്ല, ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ആ ബോട്ടിൽ 1 മണിക്കൂർ മൊത്തം ഒന്ന് ചുറ്റി കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വേലിയേറ്റം ടൈമിൽ വേണം വരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വേലിയേറ്റം ടൈമിൽ വരുന്ന സമയത്താണ് ഈ ബോട്ട് എന്ത് ചെയ്യുക കണ്ടൽ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആയിരുന്നു പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, വേലിയേറ്റം ടൈമിൽ വേണം നിങ്ങൾ വരാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ വരുന്ന 2 ആൾക്കാരായിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ബോട്ടിൽ കയറുമ്പോൾ 800 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ആക്ച്വലി ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവിടെ ഓൾറെഡി ഈ 4 ആൾക്കാർ 2 ആൾക്കാരൊക്കെ വന്നിട്ടുള്ള കേസ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് പെർ പേഴ്സണിന് 100 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. എന്താ പറയണ്ടോ, പ്രകൃതി ഭംഗി അടിപൊളിയാണ്, കണ്ട സൂപ്പർ. നമ്മളെ കടലുണ്ടി, അത് കടലുണ്ടി എല്ലാവരും വരിക. ഓക്കെ, നമുക്കിവിടെ മെയിനായിട്ട് നമ്മുടെ ഈ കടലുണ്ടി പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളായിട്ട് വരുന്നുണ്ട്. അതാണ് ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്ഷി സങ്കേതം എന്ന് പറയുന്ന ഏരിയ. അതാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിട്ടാണ് നമ്മുടെ ദേശാടന പക്ഷികൾ അഥവാ മൈഗ്രേറ്ററി ബേർഡ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് എസ്പെഷ്യലി അത് ഭയങ്കര സീസണലാണ് കേട്ടോ. ഈ തോണി യാത്രയ്ക്കും അത് കൂടാണ്ട് നമ്മുടെ ഈ ഒരു വാക്ക് വേക്കൊക്കെ പുറമേ ആയിട്ട് നിങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് രീതിയിൽ അത്യാവശ്യം നല്ലൊരു സീ ഫുഡും ആൻഡ് കൂടെ അക്കോമഡേഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇങ്ങോട്ട് വരാം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ വിത്ത് ഫുഡ് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഞാനൊരു കൺസേൺ പേഴ്സണിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വാക്ക് വേ കൂടെ നടക്കുക എന്നുള്ളത് ഭയങ്കര പീസ്ഫുള്ളാണ്. അതായത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നടക്കാം. നമുക്ക് ആ ടൈമിൽ തന്നെ നല്ല പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ടും കൊണ്ട് ഇങ്ങനെ നടക്കാം. പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് അത്യാവശ്യം സമാധാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാഴ്ചയും കണ്ടിരിക്കാം. ഓക്കെ, സോ നമ്മൾ നടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര മഴയില്ലെങ്കിൽ ചെറുങ്ങനെ. അപ്പോൾ ഞാനും അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് നമ്മളിനി എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓക്കെ, നമ്മൾ വണ്ടിക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു ടൈം
ടൈം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഏതായാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ സെൽഫ് വെഹിക്കിളിനാണ് വരുന്നതെങ്കിലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ സേഫ്ലി നിങ്ങളുടെ വെഹിക്കിൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വരാനായിട്ട് ബസ് ഓർ ട്രെയിൻ ആണെങ്കിലും നിങ്ങൾക്ക് പോസിബിളാണ്. കാരണം ഇവിടെ നമുക്ക് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ എത്താനായിട്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ നമുക്ക് കടലുണ്ടി ബസ് ഇറങ്ങാം. ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിയർ ബൈ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡ് കാണാം. അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. അതായത് മിനിമം ചാർജ് ആകത്തുള്ളൂ, കാരണം അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒന്ന് ഒരുവിധം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ആൻഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഇനി നമ്മളിത് നേരെ റിട്ടേൺ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേറ്റ് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ട കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ വിശേഷം വന്നിട്ട് ഇത്രയൊക്കെയാണ്. അപ്പോൾ കടലുണ്ടി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ നാട്ടിലേക്ക് വരിക. വാം വെൽക്കം ഗൈസ്. സോ താങ്ക് യു സോ മച്ച്.